പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ മറുപടിയുമായി മുസ്ലിം ലീഗ് മുഖപത്രം. പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ടെന്നും കേരളത്തെ സാമുദായിക സൗഹാർദ്ദത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ഈറ്റില്ലമാക്കുന്നതിൽ പങ്കുവഹിച്ച തറവാടാണ് പാണക്കാടെന്നും ചന്ദ്രിക. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനൽക സെയ്തുണ്ട്. അനൽക, മുഖ്യമന്ത്രിയുടെ പരാമർശം അല്പം കടന്നുപോയി എന്ന് പരക്കെ ഒരു ആക്ഷേപമുണ്ട്. ആ സാഹചര്യത്തിലാണ് ചന്ദ്രികയുടെ മറുപടി എന്ന് കരുതുന്നു. എന്തൊക്കെയാണ് മുഖപത്രത്തിൽ പറയുന്നത്? ഇന്നലെ പാലക്കാട് നടന്നിട്ടുള്ള അതിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് പിണറായി വിജയൻ ഉയർത്തിയത്. സാദിഖ് അലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകനെ പോലെ പെരുമാറുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇതിന് മറുപടിയായിട്ടാണ് ലീഗ് മുഖപത്രം ചന്ദ്രികയിൽ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് ലേഖനം വന്നിട്ടുള്ളത്. കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തെയും പരസ്പര വിശ്വാസത്തിന്റെയും ഈറ്റില്ലമാക്കുന്നതിൽ പങ്കുവഹിച്ച തറവാടാണ് പാണക്കാട്. ഈ കേരളം തകർന്നു കാണാനുള്ള സംഘപരിവാർ താല്പര്യങ്ങൾക്ക് പിന്തുണയേക്കുന്ന പ്രസ്താവന ആണ് പിണറായി വിജയൻ നടത്തിയതെന്നാണ് ലീഗ് മുഖപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ സന്ദീപ് വാര്യർ പാണക്കാട് സാദിഖ് അലി തങ്ങളെ സന്ദർശിച്ചിരുന്നു. ഈ പാണക്കാട് സാദിഖ് അലി തങ്ങളെ സന്ദർശിച്ച് ആശീർവാദം ഏറ്റുവാങ്ങിയതിൽ പിണറായി വിജയന് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ ആർ എസ് എസുമായുള്ള ബാന്ധവത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു അസ്വസ്ഥത തോന്നുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരം കലങ്ങിയതിൽ ആർ എസ് എസ് നേതാക്കളുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പിണറായി വിജയന് അനുഗമയുണ്ടെന്നും ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിലാണ് സി പി എം മുസ്ലിം ലീഗിനെതിരെ ജമാഅത്ത് ബന്ധം ആരോപിച്ച് നിരന്തരം വിമർശനങ്ങൾ നടത്തുന്നത്. പി ജയരാജൻ്റെ പുസ്തക പ്രകാശന വേളയിലും വലിയ രീതിയിലുള്ള വിമർശനം മുഖ്യമന്ത്രി ലീഗിനെതിരെ അയച്ചുവിട്ടിരുന്നു. ലീഗും ജമാഅത്തും പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ പി ജയരാജൻ്റെ പുസ്തക പ്രകാശന വേളയിൽ ഉന്നയിച്ചിരുന്നു. കൂടാതെ ഈ പി സരിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ളൊരു വിമർശനം നടത്തിയിരിക്കുന്നത്. കൂടാതെ എസ് കെ എസ് എസും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന SKSSFൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെയുള്ള വിമർശനത്തെ തള്ളി SKSSും രംഗത്ത് വന്നിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം മുസ്ലിം ലീഗ് വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞതാണെന്നാണ് SKSSും വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ വിമർശനം മുസ്ലിം നേതാക്കൾ കൂടുതൽ പ്രതികരിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ആതിര, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനൽക സെയ്ദ് MP.